ലാൽസല സഖാവേ. ലാൽസലാം. അല്ല സഖാവേ, എന്താ ഇത്ര നേരത്തെ? സമ്മേളനമല്ലേ, ഇന്ന് ബ്രാഞ്ച് ഉണ്ട്. സമ്മേളനത്തിന് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും പങ്കെടുപ്പിക്കണം. നീ വരൂലേ? ഞാനല്ല എപ്പോഴും റെഡി. ആ സുധീശനെയും പിള്ളേരെയും ഒന്ന് കണ്ട് പറയണം. അല്ല, ഞാനും പറയാം. അവന്മാരൊക്കെ വിമതരല്ലേ, അവർ വരുമോ? ആര് പറഞ്ഞതിന് വിമതരെന്ന്? നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചില അണികൾക്ക് തെറ്റായി തോന്നും. അപ്പോൾ അവർ പ്രതികരിക്കും. പ്രതികരിക്കുന്നവരെല്ലാം വിമതരെന്ന് പറയാൻ പറ്റുമോ? അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ നിർത്തണം. സഖാവേ, ഇതാണ് യഥാർത്ഥ സഖാവ്. ഞാൻ ഇപ്പൊ തന്നെ ആൾത്തറയിൽ അവരെ കാണും. അവരെ കണ്ടിട്ട് വരാം. അപ്പോ ശരി സഖാവേ. ആ ശരി ശരി. അമ്മേ, അച്ഛൻ വന്ന്, ഞാൻ പോന്നേ. വിശ്വേട്ടാ, ഒരു ചായ. മാധവേട്ടാ, എല്ലാം ശരിയാവും. നിങ്ങൾ ബേജാറായാലാന്ന്. ഏടെ ശരിയാകാൻ? പലിശ ആണെങ്കിൽ കൂടി കൂടി വരുന്നു. എന്നിട്ട് വേണ്ടേ ശരിയാവാൻ? മാധവ, നീ ഒന്ന് പറഞ്ഞാൽ നമ്മുടെ സഖാക്കൾ ഓരോ റുപ്യ എടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതൊന്നും വേണ്ടപ്പാ. മാധവേട്ടാ, വീടും പറമ്പും ജപ്തിയായ. അല്ല മാധവേട്ടാ, കോപ്പിലെ പാർട്ടി നോക്കി നടക്കാതെ നല്ല വീട്ടുകാര്യം നോക്കി നടന്നാ പോരെ? ഒരു ബ്രാഞ്ച് സെക്രട്ടറി. എടോ, ഈ 3.5 കോടി ജനങ്ങളുള്ള ഈ കേരളത്തിൽ കുറച്ച് ആൾക്കാരെങ്കിലും സഹായിക്കുന്നത് നമ്മുടെ ഈ സർക്കാരാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ എനിക്ക്? നിങ്ങളെ ഭരണത്തിന്റെ ഗുണം കൊണ്ടല്ലേ ഇപ്പൊ താമര വിരിഞ്ഞത്. നല്ല ചെടികൾ വളരണമെങ്കിലേ നല്ല വളക്കൂറുള്ള മണ്ണ് വേണം. കാട്ടുചെടികൾ ഏത് കുപ്പത്തൊട്ടിലും വളരും. നിങ്ങളെപ്പോലെയുള്ള ചാണകക്കുണ്ടിൽ താമരയല്ല, അതിനപ്പുറം വളരും. ഈറ്റിങ്ങോട് പറഞ്ഞൊരു കാര്യമില്ല. നിങ്ങൾ എന്നറിഞ്ഞിട്ട് ഈ പറയുന്നത്? ഇതിൻ്റെ ഇടയ്ക്ക് തോണി മറിഞ്ഞിട്ട് 2 ആളെല്ലാം മരിച്ചിന്. എത്ര പെട്ടെന്ന് നമ്മുടെ സർക്കാർ ധനസഹായം കൊടുത്തിന്. അത് മാത്ര, അമ്പലത്തിലെ വെടിക്കെട്ടിന് 6 പേരുടെ ജീവനല്ലേ പോയിന്. അതും നമ്മുടെ സർക്കാർ ഏറ്റെടുത്ത് എത്ര പെട്ടെന്നാ പൈസ കൊടുത്തത്. ഇവർക്കൊക്കെ വിശ്വാസികളെ പറ്റിച്ച് ജീവിക്കാനല്ലേ അറിയൂ. നീ വന്നേ, റോട്ടുമ്പോ കിടന്നാലും ഈറ്റിങ് നന്നാവൂല. മുഖ്യമന്ത്രി വന്നേരം എല്ലാവരും നിവേദനം നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തില്ലേ? നിങ്ങൾക്കൊരു നിവേദനം കൊടുത്തൂടെ? വേണ്ടപ്പാ. എങ്ങനെ കൊടുക്കല്? കൊടുത്ത് കിട്ടിയാൽ തന്നെ നമ്മളെ നാട്ടുകാർ പറയില്ലേ എല്ലാം പാർട്ടിക്കാർ വാങ്ങിയെന്ന്. ഹലോ. മാധവൻ കൊടുക്കൂലെന്ന് എനിക്കറിയാം. മാധവന്റെ പേരിൽ ഞാനൊരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ പരിഗണിച്ചാലോ? ചായ. ബാങ്കിൽ നിന്ന് വിളിച്ചിന്, പലിശയും കിടക്കണമെന്നാ പറഞ്ഞേ. പലിശ തന്നെ 10-70,000 രൂപയാവും. എനക്കൊരു എത്തും കൂടിയും കിട്ടുന്നില്ല. എപ്പം പാർട്ടി നാട്ടുകാരുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? കുറച്ചെല്ലാം കുടുംബകാര്യം നോക്കണ്ടേ? ഞാനെന്നാക്കിയെന്ന് നീ പറയുന്നു? മീൻ കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിരുന്നു. കൃഷി നഷ്ടപ്പെടുമെന്ന് നമ്മളാരും വിചാരിച്ചില്ല. ഇനി ഒരു അവധിയില്ലാന്നും വീടും പറമ്പും ജപ്തി ചെയ്യുന്നാന്ന് ഓറ് പറഞ്ഞു. ഇനി നമ്മ റോട്ടിൽ കിടക്കേണ്ടി വരുമോ? എൻ്റെ ദൈവേ. എണേ,
എവിടുന്നെങ്കിലും പൈസ തിരിക്കാൻ പറ്റുമോ നോക്കട്ടെ, പലിശയെങ്കിലും അടക്കാലോ. മാധവട്ടാ ഗോവാലട്ടൻ്റെ മോൻ ആക്സിഡൻ്റ് ആയിരുന്നു, കുറച്ച് സീരിയസ് ആണ്, അത്യാവശ്യമായിട്ട് ബ്ലഡ് വേണം. വേഗം ആ DYFIക്കാരെ പിള്ളേർ വിളിക്കും, ഞാനും വരാം. ഹലോ മാധവേട്ട, നിങ്ങൾ അടിയില്ലേ? എന്തായി? പൈസയുടെ കാര്യം ശരിയായാ? എണേ, ഞാൻ ആടുന്ന് ഇറങ്ങിയപാട് ആ ഗോപാലിൻ്റെ മോന് സീരിയസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ഇപ്പം പ്രശ്നമൊന്നുമില്ല. ഓർക്ക് പ്രശ്നമൊന്നുമില്ല, പ്രശ്നമില്ല നമുക്കല്ലേ. നിങ്ങൾ വേഗം വരുന്നുണ്ടാ? ഇതാ ഞാനിപ്പോൾ എത്തി. ആ ഗോപാലിനെല്ലാം പാവല്ലണേ. അപ്പം നമ്മളെ വലിയ പൈസക്കാരല്ലേ? മാധവേട്ടാ, പൈസ ഒന്നും ശരിയായിട്ടല്ലേ? വാ ചോറ് കഴിക്കാം. മാധവേട്ട, വീടും പറമ്പും ജപ്തിയായ? കോപ്പിലെ പാർട്ടി നോക്കി നടക്കാതെ നല്ല വീട്ടുകാര്യം നോക്കി നടന്നാ പോരെ. ഒരു ബ്രാഞ്ച് സെക്രട്ടറി. ഇനി നമ്മൾ റോഡ് കിടക്കേണ്ടി വരുമോ? എൻ്റെ ദൈവമേ. സതീശ, ആ എന്താ മാധവേട്ടാ? ഇതൊന്ന് ലോക്കൽ സെക്രട്ടറി കൊടുക്കണം. എന്താ ഇത്? ബ്രാഞ്ചിൻ്റെ രേഖകളും മിനിസ്വാ. ബ്രാഞ്ചിന്റെ രേഖകളും മിംസെല്ലാം മാധവേട്ടല്ലേ വെക്കണ്ട്? ഞാനെല്ലാം വിളിച്ച് പറഞ്ഞിന്, നീ കൊടുത്താൽ മതി. അമ്മേ, പോസ്റ്റ്മാൻ അങ്കിള് തന്നത് അച്ഛന് കൊടുക്കാൻ. മോളെ, അച്ഛൻ കടപ്പുറത്ത് കാണും, ആ പോയി നോക്കാം. മാധവ,
നിന്നെ കാലന് പോലും വിട്ടുകൊടുക്കില്ല ഈ പ്രസ്ഥാനം. ആ മാധവനെ മാത്രമല്ല, നിങ്ങളെയും. തനിക്കെന്ത് കിട്ടും എന്നതല്ല, മറ്റുള്ളവർക്ക് എന്ത് നേടിക്കൊടുക്കാമെന്ന് നമ്മെ പഠിപ്പിക്കുന്നവനാണ് സഖാവ്. കാർഷിക ലോണിന്മേൽ നിങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പരിഗണിച്ചിരിക്കുന്നു. തുടർ നടപടി ഉടനെ ഉണ്ടാവും. മാനവ നന്മയ്ക്കും ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്കും ഇവിടെ കമ്മ്യൂണിസം വളരണം. മനുഷ്യ മസ്തിഷ്കത്തിൽ വർഗീയ വിഷം കുത്തി നിറച്ച് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന ഈ വർഗീയ ദുർഭരണം അവസാനിപ്പിക്കാൻ ഇവിടെ കമ്മ്യൂണിസം വളരണം. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടുരക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി.